നനയാതെ ഉറങ്ങാൻ കൂര തേടി ദുരയും കുടുംബവും. അർഹതയുണ്ടായിട്ടും പയ്യന്നൂരിന്റെ തെരുവിൽ അന്തിയുറങ്ങേണ്ടി വരുന്ന ഇവർ കോവിഡ് മഹാമാരിയിൽ അതിജീവന മാർഗമെന്തെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. തെരുവിന്റെ മക്കളുടെ കഥ പൊതുവെ നമ്മൾ അറിയാറില്ല. ആർക്കും അതേപ്പറ്റി സംസാരിക്കാനുമുണ്ടാകില്ല. വർഷങ്ങളായി പയ്യന്നൂർ നഗരത്തിലെ റോഡ് സൈഡിൽ അന്തിയുറങ്ങുന്നവരാണ് ദുരയും പറക്കമുറ്റാത്ത 3 പെൺമക്കളും അടങ്ങുന്ന കുടുംബം. അന്നന്നത്തെ അന്നത്തിനായി നഗരത്തിലെ പ്ലാസ്റ്റിക് പെറുക്കിയാണ് ഇവർ വരുമാനം കണ്ടെത്തുന്നത്. കോവിഡ് രൂക്ഷമായപ്പോൾ ദിവസേനയുള്ള ഭക്ഷണത്തിനു പോലും പണം കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതി വന്നു. പുറമ്പോക്കിൽ ഷെഡ് കെട്ടി താമസിച്ചു വന്ന ഇവരെ നഗരസഭാ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനായി ഒഴിപ്പിക്കേണ്ട അവസ്ഥയുണ്ടായി. റോഡരികിലെ സ്ലാബുകളിൽ ഉറങ്ങുന്നതിനിടെയാണ് 3 വർഷം മുൻപ് ദുരയുടെയും പഞ്ചമിയുടെയും മൂത്ത മകൾ വെണ്ണിലയെ പീഡിപ്പിക്കാൻ ശ്രമം നടന്നത്. അന്ന് 7 വയസ്സ് പ്രായമുള്ള വെണ്ണില ശബ്ദമുണ്ടാക്കിയതിനാൽ അവളെ രക്ഷപ്പെടുത്തി ഉപദ്രവകാരിയെ പോലീസിൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞു. ശേഷം ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഇടപെട്ട് ദുരയുടെ 2 പെൺമക്കളെ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റി. ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ഇവർ കണ്ണൂർ കളക്ടർക്ക് എഴുതിയിരുന്നു. അതുപ്രകാരം ഈ കുടുംബത്തിനാവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ കളക്ടർ ഉത്തരവിട്ടതാണ്. ശശി വട്ടകോവൽ പയ്യന്നൂർ നഗരസഭാ ചെയർമാനായിരുന്ന കാലത്ത് ഇവർക്ക് താൽക്കാലിക താമസ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. അതുപ്രകാരമാണ് ഇവർ റേഷൻ കാർഡും ആധാർ കാർഡും എടുത്തത്. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നൽകാനുള്ള അപേക്ഷ ലഭിച്ചിട്ടുണ്ടെന്നും അത് പരിഗണനയിലാണെന്നും പയ്യന്നൂർ നഗരസഭാധ്യക്ഷ KV ലളിത പറഞ്ഞു. സമീപ നാളുകളിൽ അവർക്ക് റേഷൻ കാർഡും മറ്റ് രേഖകളും ആയതിന്റെ അടിസ്ഥാനത്തിൽ വീട് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അപേക്ഷ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിൽ സമീപ ദിവസങ്ങളിൽ നൽകിയിട്ടുണ്ട്. ഓൺലൈനിൽ നൽകിയിട്ടുള്ള ഈ അപേക്ഷയിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ പരിശോധന നടത്തി അവർക്ക് വീട് ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള നിലയിലേക്കുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. കഴിഞ്ഞ ലോക്ഡൌൺ സമയത്തും ഭക്ഷ്യക്കിറ്റുകൾ യഥാവിധി ദുരയുടെ കുടുംബത്തെ തേടി എത്തിയിരുന്നു. എങ്കിലും പല കാരണങ്ങളാലും വീണ്ടും ഇവർ തെരുവിൽ തന്നെ കഴിയേണ്ട അവസ്ഥയാണ്. വെള്ള റേഷൻ കാർഡിന് ഉടമയായ ദുരയും കുടുംബവും മഴയെടുക്കുമ്പോൾ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കടത്തിണ്ണകളിലേക്ക് ചേക്കേറും. സ്ത്രീ ഒട്ടും സുരക്ഷിതമല്ലാത്ത സമകാലിക ചുറ്റുപാടിൽ പഞ്ചമിയും ഇളയ മകൾ വാനിലയും കടത്തിണ്ണയിൽ ചുരുണ്ടുകിടക്കും. തെരുവുവിളക്കിന്റെ വെട്ടത്തിൽ അവർ ലോകത്തെ കാണും. കൊറോണ വ്യാപനം രൂക്ഷമാവുകയാണ്. മഴക്കാലവും ഇന്നടുത്തെത്തി. ദുരയും കുടുംബവും ഇപ്പോഴും തെരുവിൽ തന്നെയാണ്. അനുവദിക്കപ്പെട്ട വീട് പോലും കിട്ടാതെ. പയ്യന്നൂരിൽ നിന്നും ക്യാമറമാൻ സരള ബച്ചിക്കൊപ്പം P. അശ്വിനി, കണ്ണൂർ വിഷൻ.